வயநாடு முண்டக்கயம் பகுதியில் ஏற்பட்ட மிகப்பெரிய நிலச்சரிவில் சிக்கி பல பேர் உயிரிழந்திருக்கிறாங்க, பல பேர் உயிருடன் மீட்கப்பட்டிருக்கிறார்கள். இந்த முண்டக்கயம் பாகத்தில் ஏற்பட்ட நிலச்சரிவின் போது தங்களுடைய குழந்தை கண் முன்னே மண்ணில் புதைந்து கொண்டிருந்தது. அந்த குழந்தையை மீட்டு ஒரு குடும்பமானது தப்பி வந்திருக்கிறது. அவங்க நம்ம பக்கத்தில் தான் இருக்கிறாங்க. அவங்க கிட்ட கேட்போம், നിങ്ങളുടെ കൊച്ച് ആ ലാൻഡ് സ്ലൈഡായി വന്ന സമയത്ത് എന്താ സംഭവിച്ചത് വീട്ടിൻ്റെ ഉള്ളിൽ? 1:30 മണിയായി കാണും. അപ്പോൾ ഒരു ഫ്രണ്ട് നമ്മളെ വീടിൻ്റെ താഴ്ഭാഗത്തുനിന്ന് വിളിച്ച്, താഴേന്ന് ഒരു 10 വീട് അകലെന്ന് ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എന്താടാ പുഴയിൽ വെള്ളം കൂടുന്നുണ്ട്, റെജിയെ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല കുഴപ്പമൊന്നുമില്ല, സേഫാടാ, സീനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മോളെ ബാത്റൂമിൽ കൊണ്ടുപോയി അകത്ത് കയറി. ഞാൻ ബാത്റൂമിൽ പോയി, ഞാനും അകത്ത് കയറി ഞങ്ങൾ റൂമിൻ്റെ ലോക്ക് ഇട്ടു. പിന്നെ നമ്മൾ ഇവനെ ഇങ്ങനെ വിളിക്കുമ്പോൾ, ജോജോ വിളിക്കുമ്പോൾ ഞങ്ങൾ നമ്മുടെ ബേക്കിലെ പുഴ സൈഡിലുള്ളവർക്ക് അറിയുള്ളല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു, ഉനേസാക്കാനെ വിളിച്ച്. ആ വിളിയോടുകൂടി ഉനേസാക്ക പോയി. ആ വിളിയോടുകൂടിയാൽ പിന്നെ തുടങ്ങി. പിന്നെ മൊത്തം അടിച്ച് വന്ന് ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഞങ്ങൾ കൂട്ടിപ്പിടിച്ച് വിളിച്ചോ എന്ന് പറഞ്ഞു, ദൈവത്തിന് വിളിച്ചോ, നമുക്കൊന്നും പറ്റില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൂട്ടിപ്പിടിച്ച് കൊച്ചിനെ. പപ്പയും അമ്മ വേറൊരു മുറിയിൽ, വല്യമ്മ 90 സംതിങ് വയസ്സുണ്ട് വേറെ റൂമിലാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നും കൂട്ടിപ്പിടിച്ച് അവിടെ തന്നെ നിന്ന് അരമണിക്കൂർ അത് ഒഴുകി. ഇത് മരം വന്ന് തടഞ്ഞ് നമ്മുടെ അപ്പുറത്തെ വീടിൻ്റെ വാർപ്പ് രണ്ടാം നിലയിൽ നിന്ന് ഉള്ള പച്ച മുളകൾ വന്ന് തടഞ്ഞത് കൊണ്ടാണ്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മളെ വീട് പോയില്ല. ബാക്കിയെല്ലാം വന്നിട്ടും നമ്മളെ വീട് അവിടെ നിന്ന്. അതിന് ഞങ്ങൾ അരമണിക്കൂർ കുടുങ്ങിയിട്ട് പുറത്തുനിന്ന് അപ്പുറത്തെ അക്കരയിൽ 2 വീട്ടുകാരെ അവിടെ നിൽപ്പുണ്ട്, നമുക്ക് കാണാം. അവരെ വിളിച്ചപ്പോൾ അവരൊന്നും വരൂല. അവർക്കൊന്നും വരാൻ അവർക്ക് ഇത് പൂഴിയാണോ എന്താണ്, മണ്ണല്ലേ, എന്താ വന്ന് കിടക്കണേ, താന്നു പോകുമെന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ കയറി. ഞങ്ങളവിടെ കുടുങ്ങി. അവർ ആ 2 വീട്ടുകാരും മേലോട്ട് കയറിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് എന്താ പറ്റിയത് ആ സമയത്ത് മണ്ണിടിഞ്ഞ്? ഞങ്ങൾ ബാത്റൂമിലൊക്കെ പോയി എന്ന് പറഞ്ഞല്ലോ, മറവി വരികയാണ്, തലയിലൊന്നും നിൽക്കണതില്ല എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഞാനും എൻ്റെ ചേട്ടായി നിൽക്കുകയാണ് റൂമിൽ. മോളെ കട്ടിലെ കൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഞാൻ കിടത്തി. കൊഞ്ചിച്ച് എൻ്റെ കൊച്ചിനെ കൊണ്ടാണ് കിടത്തി കഴിഞ്ഞിട്ട് ആ ഒരു അടി വന്നതും കൊച്ചിന് കട്ടിലെ തന്നെ ആയിരുന്നു. കൊച്ചി ഇച്ചിരി നീങ്ങി താഴെ പപ്പേന്ന് വിളിച്ച്. അപ്പോഴത്തേനും എൻ്റെ ചേട്ടായി കൊച്ചിനെ മണ്ണോട് കൂടി കിട്ടുന്ന മണ്ണ് അടിച്ച് കൊച്ചിനെ മനസ്സിലാകാത്ത രീതിയിൽ വികൃതമായി മണ്ണ് കയറിപ്പോയി. മുഖം മുഴുവനും മണ്ണോട് കൂടി ഞങ്ങൾ എടുത്ത്. പിന്നെ ഒരു കുപ്പി വെള്ളം റൂമിലെ സ്ഥലം എനിക്കറിയുന്നതും കൊണ്ട് തപ്പി അത് ഒഴുകിപ്പോയി. റൂം അങ്ങടെ മണ്ണ് അടി കൂടി ഉറവ പോലെ വന്നതല്ലാതെ ഭിത്തി പൊളിഞ്ഞിട്ടില്ല, മേലെ ടെറസും പോയിട്ടില്ല. റൂമിൻ്റെ വീടിൻ്റെ ഒന്നും ടെറസും ഭിത്തിയും പൊളിഞ്ഞിട്ടില്ല. അടി കൂടിയാണ് ഉറവ വന്ന് കയറുന്നത്. അടി കൂടി അടി പൊക്കാൻ നോക്കുക, പക്ഷെ പൊന്തിയില്ല. ദൈവം പൊന്തിച്ചില്ല എന്ന് പറയാം. അപ്പോൾ കുപ്പിവെള്ളം എടുത്ത് മുഖം ക്ലിയറാക്കി. കൊച്ച് മണ്ണ് ഛർദ്ദിച്ചു, കഫം ഛർദ്ദിച്ചു. ഭക്ഷണത്തിൻ്റെ എന്തൊക്കെയൊക്കെയോ പോയി കഴിഞ്ഞപ്പോൾ മണ്ണൊക്കെ പോയിന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ കൊച്ച് റെഡിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് ഒന്നുമില്ല അമ്മേ, റെഡിയാണ്, എനിക്ക് കുഴപ്പമില്ല എന്ന് കൊഞ്ചി എന്നോട് പറയുന്നു. നമ്മൾ ഇങ്ങനെയൊക്കെ അവസ്ഥയായിരുന്നു. പിന്നെ വാതിൽ ജാമായിപ്പോയി. അടിഭാഗം ഇത്ര പൊളന്ന് നിൽക്കുന്നുണ്ട്, മേലെ കുറ്റി ജാമായത് കൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അടിയിൽ ചേട്ടായി തട്ടിയിട്ട് എന്തോ വാതിൽ കുറ്റിയെടുത്തു ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഇപ്പോൾ പപ്പയും അമ്മയുണ്ട് സിറ്റൗട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എല്ലാം പോയ മട്ട്. അപ്പോൾ വല്യമ്മ അകത്തെ റൂമിൽ കുടിയും കിടക്കുക. അപ്പോൾ വല്യമ്മേനെ പ്ലൈവുഡ് വാതിലായതുകൊണ്ട് മരം വന്ന് ഞങ്ങളുടെ റൂമിൽ ഒന്നുമില്ല, മണ്ണും ചെളി അല്ലാതെ വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് നിൽക്കാൻ ഇരിക്കാൻ എന്തെങ്കിലുമൊക്കെ തപ്പ അങ്ങനെയൊക്കെ അവസ്ഥയും. വല്യമ്മൻ്റെ റൂം അങ്ങനെയല്ല, ഫുള്ളും മരം വന്ന് അടിയേ ചെയ്ത. വാതിലിൻ്റെ അവിടെ വീണ് പോയി, കട്ടിലേന്ന് നിലത്ത് വീണ്. എല്ലാവരും രക്ഷിച്ചാ? എല്ലാവരും ചേട്ടായി ഞങ്ങളെല്ലാവരെയും കൂടി അവിടെ നിൽക്കുമ്പോൾ കുട്ടേട്ടൻ്റെ ഏട്ടനും കൂടിയാണ് ഞങ്ങളെ അപ്പുറത്തേക്ക് അവർ വന്നു. ഞങ്ങൾ ചവിട്ടുന്നിടത്തേ ചവിട്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അവർ ചവിട്ടുന്നിടത്തിൽ കൂടി ഞങ്ങളെ കരകയറ്റി. ഞങ്ങൾ മേലെ എത്ര പേര് രക്ഷപ്പെട്ടു? ഞങ്ങളെ വീട്ടിൽ നിന്ന് ഞങ്ങൾ 6 പേര്, മോളടക്കം 6 പേര് ആകുള്ളൂ. 6 പേരും ജീവനോടെ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഞങ്ങൾ പോയി, ഞങ്ങളൊരു വീട്ടിൽ കൊണ്ടാക്കി. പിന്നെ ചേട്ടായിയൊക്കെ സ്പോട്ടിലേക്ക് ഇറങ്ങി. വിളിക്കുകയാണ്, ഓരോരുത്തർ വിളിയും കരച്ചിലൊക്കെ. അപ്പോൾ ചേട്ടായി 2-4 പേരെയോളം ചേട്ടായി. അപ്പോൾ അപകടമൊന്നും ഇല്ലാതെ ഞങ്ങൾ പോയത്. ഒരു മുറിവ് ഒന്നും പറ്റിയിട്ടില്ല. ആ രണ്ടാമത് രക്ഷിച്ചതോടുകൂടി കൈ കുപ്പിച്ചില് കയറി വാതിലിൽ ജനലടിച്ച് പൊട്ടിച്ചിട്ടാണ് അമ്മേനെ എടുക്കുന്നത്. തങ്കമ്മ ചേച്ചി എന്ന് പറയും. പിന്നെ ബാക്കി 3 പേരെ, രമ്യനെയൊക്കെ ഇങ്ങനെ ബോഡി പോലത്തെ രൂപത്തിലാണ് ഞങ്ങളെ കൊണ്ടൊക്കെ എടുത്തുന്നത്. ജീവനുണ്ടായിരുന്നു അവൾക്ക്. അങ്ങനെയൊക്കെ കുറച്ച് പേരൊക്കെ എൻ്റെ ചേട്ടായി, ജിനു, ഇവർ ബിബിയൊക്കെ കൂടി, ജിനുവൊക്കെ കൂടി, ജിജിയൊക്കെ കൂടി കുറച്ച് പേരൊക്കെ രക്ഷിച്ചു. യുവാക്കളായിരുന്നു ഞങ്ങൾ അധികം കൂടെയുള്ള യുവാക്കൾ, പിള്ളേർ, വയസ്സായ മൊത്തത്തിലൊരു 30-40. ഞങ്ങൾ സ്വയം രക്ഷപ്പെട്ടവരും രക്ഷിച്ചത് ഒരു 10-15 പേരെയൊക്കെ ഞങ്ങൾ കൂടെയുള്ള യുവാക്കൾ രക്ഷിച്ചു. യുവാക്കൾ തന്നെ ഞങ്ങളെ രക്ഷിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ നിന്ന വീട് പോയിക്കൊണ്ടിരിക്കുക.
അപ്പോഴാണ് രണ്ടര മണിയായി. രണ്ടാമത്തെ പൊട്ട് 2:30. ആ 2:30 ഞങ്ങൾ നിന്ന വീട്ടിൽ നിന്ന് ചെതറിപ്പോയി. ഞങ്ങൾ 4 വാർഡ് ഓടിക്കോ പല വിധി മേലെ പോട്ടി നേരെ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവരും അവരൊക്കെ പറഞ്ഞ് വഴിയും സ്ഥലമൊക്കെ അറിയുന്നവരാണ്. പപ്പേട്ടനെ കുന്നെന്ന് പറയും. അങ്ങനെ സ്പോട്ടിൽ എത്തിയപ്പോഴാണ് ഈ കുറേ മഴയത്ത്. അപ്പം 2:30 തുറക്കണ സമയം. ആ 2:30 മണി തൊട്ട് 3:30 ആ വലിയ പൊട്ട് 4:30 പൊട്ടുമ്പോഴും ഒക്കെ ഞങ്ങൾ മഴയത്ത് ജീവനും കൊണ്ട് ഞങ്ങൾ പൊരുതാ. ഞങ്ങൾ കല്ലും മണ്ണും കട്ടയും ഞങ്ങൾ പ്രളയത്തെ പൊരുതി വന്നവരാ. നിങ്ങളെ കുട്ടി എങ്ങനെയുണ്ട്? മോൾക്ക് ഒരു കുഴപ്പമില്ല. ദൈവം സഹായിച്ച് ഒരു ചെറിയ ചുമയുണ്ടെന്നല്ലാതെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലുണ്ട്. ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കൊച്ചു എല്ലാവരും സേഫാണ്. എനിക്കും ചേട്ടായിക്കും ചെറിയൊരു പരിക്ക് പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പോയി. ഞങ്ങളുടെ എല്ലാം പോയി. ഞങ്ങൾക്കൊന്നുമില്ല, ജീവനുണ്ട്, രക്ഷപ്പെട്ടു. അത് മതി, വേറെ ഒന്നും വേണ്ട. എല്ലാവരും കിട്ടിയല്ലോ. ബാക്കി അയൽവക്കത്തുള്ളവർ എല്ലാവരും അറിയുന്നവരും അറിയാത്തവരും എൻ്റെ ഫ്രണ്ട്, എൻ്റെ അങ്കിളും ആൻറ്റി, പപ്പേൻ്റെ അനിയനും അനിയൻ്റെ വൈഫൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. பல உறவினர்களை இவங்க இழந்திருக்கிறார்கள். ஆனால் இருந்தாலும் கூட தங்களுடைய குழந்தை கண் முன்னே மண்ணில் புதைந்த போதும் கூட அந்த குழந்தையை காப்பாற்றியது மட்டும் அல்லாமல் அருகில் இருந்தவர்கள் கிட்டத்தட்ட ஒரு 10 பேரை காப்பாற்றியிருக்கிறார்கள். அதே போல் இவருடைய குடும்பத்தில் இருந்த 6 பேரையும் அவர்கள் காப்பாற்றியிருக்கிறார்கள். மொத்தம் ஒரு 15 பேர் வரை அவர்கள் காப்பாற்றி அந்த மலை மேலே வந்திருக்கிறாங்க. அந்த முதல் தடவை ஏற்பட்ட அந்த நிலச்சரிவும் இரண்டாவது முறை ஏற்பட்ட நிலச்சரிவும் இவர்களுடைய வீடை தரைமட்டம் ஆக்கியிருக்கிறது. தற்பொழுது இவர்கள் இந்த முகாமில் தங்கியிருக்காங்க. இவர்களால் முடிந்தவரை அந்த பகுதியில் ஏற்பட்ட பாதிப்பில் சிக்கி இருந்த கிட்டத்தட்ட ஒரு 10க்கும் மேற்பட்ட மக்களை இவர்கள் காப்பாற்றியிருக்கிறார்கள். இவருடைய குழந்தையும் மண்ணுக்குள் புதைந்த குழந்தையை இவர்கள் மீட்டு காப்பாற்றியிருக்கிறார்கள்ங்கிற ஒரு தகவலை தான் நமக்கு இவங்க தெரிவித்திருக்கிறாங்க. இந்த மாதிரி பல பேருடைய பிரச்சனைகள் ஒவ்வொருத்தட்டையும் கேட்கும்போது அந்த அளவுக்கு ஒரு சிரமமான ஒரு பிரச்சனையை தாண்டி தான் இந்த மக்கள் தங்களுடைய உயிரை பாதுகாத்து இந்த முகாமில் தங்கியிருக்காங்க. சன் நியூஸ் வாட்ஸ்அப் சேனலை ஃபாலோ செய்யுங்கள். QR கோடை ஸ்கேன் செய்து சன் நியூஸோடு இணைந்திருங்கள்.